റിലയൻസ്, HDFC ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ വന്ന ബൈയിങ് മൊമെന്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഇൻഡെക്സ് 60 പോയിന്റ് ഉയരുകയും 25,000 എന്ന ലെവൽ മറികടക്കുകയും ചെയ്തു. ഇൻഡെക്സിൽ ബൈയിങ് മൊമെന്റം പ്രകടമായിരുന്നെങ്കിലും മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഇൻഡെക്സുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.80%, സ്മോൾ ക്യാപ് ഇൻഡെക്സ് 0.70% ഇടിഞ്ഞു. US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിച്ചതോടുകൂടി, അതായത് സെപ്റ്റംബർ മാസത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുമെന്നുള്ള സൂചന നൽകിയതോടുകൂടി അമേരിക്കൻ മാർക്കറ്റ് ഗ്രീൻ സൈഡിലായിരുന്നു. എന്നാൽ മിക്സഡ് ഗ്ലോബൽ ക്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ മാർക്കറ്റിൽ ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. സെക്ടോറിയൽ ഇൻഡിസസ് പരിശോധിച്ചാൽ നിഫ്റ്റി മീഡിയ 1.8% ഇടിഞ്ഞു, റിയാലിറ്റി 1.7%, PSU ബാങ്ക് 0.9%, ഓട്ടോ ഇൻഡെക്സ് 0.74% ഇടിഞ്ഞു. അതേസമയം പവർ ഗ്രിഡ് ഇന്ന് 3.82%, കോൾ ഇന്ത്യ 3.47%, ONGC 2% ഉയർന്നപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 2.78%, ഹീറോ മോട്ടോർ കോർപ്പ് 1.35%, ടാറ്റ സ്റ്റീൽ 1.37% ഇടിഞ്ഞു. വരും സമയങ്ങളിൽ 24,850, 24,800 തുടങ്ങിയവ മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടും 25,330, 25,530 തുടങ്ങിയ ലെവലുകൾ മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസുമായി പ്രവർത്തിക്കും. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചതും അതേസമയം ഓൾ ടൈം ഹൈയിൽ നിന്നും ഹെവി ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതുമായ ഒരു സ്റ്റോക്കാണ് അദാനി എനർജി സൊല്യൂഷൻസ്. അദാനി എനർജി സൊല്യൂഷൻ ഇന്ന് 12% ഉയർന്ന് 1,266 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. അദാനി എനർജി സൊല്യൂഷൻ $1 ബില്യൺ ഫണ്ട് റൈസ് QIP വഴി നടത്തിയിരുന്നു. ഈ QIPക്ക് 6 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. കൂടാതെ പല പ്രമുഖ ഇൻവെസ്റ്റേഴ്സും QIP വഴി അദാനി എനർജി സൊല്യൂഷൻ എന്ന കമ്പനിയിൽ പൊസിഷൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് റോക്ക്, അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി, ജൂപ്പിറ്റർ അസറ്റ് മാനേജ്മെൻറ്റ്, നൊമോറ, GQG പാർട്ണർ, ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി, കൂടാതെ ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ടുകളായ SBI, HDFC, ആക്സിസ്, ടാറ്റ, LIC തുടങ്ങിയ കമ്പനികളും അദാനി എനർജി സൊല്യൂഷൻ എന്ന കമ്പനിയുടെ QIPയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതായത് അദാനി എനർജി സൊല്യൂഷൻസിൻ്റെ QIP ഓവർ സബ്സ്ക്രൈബ് ആയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് അദാനി എനർജി സൊല്യൂഷൻ എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചത്. അദാനി എനർജി സൊല്യൂഷൻ ക്വാർട്ടർലി റിസൾട്ടും മികച്ച ക്വാർട്ടർലി റിസൾട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 3,664 കോടിയിൽ നിന്നും 5,379 കോടിയിലേക്ക് ഉയർത്തുകയും കമ്പനിയുടെ പ്രോഫിറ്റ് 175 കോടിയിൽ നിന്നും 824 കോടിയിലേക്ക് കമ്പനി മെച്ചപ്പെടുത്തുകയും ചെയ്തു. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ 1,200, 1,220 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. 1,300 ഒരു റെസിസ്റ്റൻസ് ആണ്. 1,300 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്കിൽ ഡിസിസീവ് അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ആനന്ദ് റാട്ടി എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത് 1,350 സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസും 1,175 സപ്പോർട്ടുമാണ്. 1,175നും 1,350നും ഇടയിലുള്ള റേഞ്ച് മൂവ്മെൻ്റ് ആണ് വരും സമയങ്ങളിൽ അദാനി എനർജി സൊല്യൂഷൻ എന്ന കമ്പനിയിൽ പ്രതീക്ഷിക്കേണ്ടത്. അദാനി എനർജി സൊല്യൂഷൻ 4,000 വരെ വിലയുണ്ടായിരുന്ന സ്റ്റോക്കാണ്. അവിടെ നിന്നും ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് വന്നപ്പോൾ സ്റ്റോക്ക് 1,000 രൂപയ്ക്ക് താഴെ പോവുകയും അതിനുശേഷം 1,000നും 1,250നും ഇടയിലുള്ള റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യുകയുമാണ്. ഇന്നത്തെ ദിവസം 1,250 എന്ന ലെവലിനെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയും 1,340 വരെ ഉയരുകയും ചെയ്തു. പിന്നീട് സ്റ്റോക്ക് 1,266 ക്ലോസിംഗ് നൽകി. വരും സമയങ്ങളിൽ 1,200നും 1,350നും ഇടയിലുള്ള റേഞ്ച് മൂവ്മെൻ്റ് ആണ് അദാനി എനർജി സൊല്യൂഷനിൽ പ്രതീക്ഷിക്കേണ്ടത്. ഓൾ ടൈം ഹൈയിൽ നിന്നും ഹെവി ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് ഏഞ്ചൽ വൺ ലിമിറ്റഡ് ആണ്. ഏഞ്ചൽ വണ്ണിൻ്റെ ഓൾ ടൈം ഹൈ 3,896, സ്റ്റോക്ക് 2,236 ലഭിക്കുന്നു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 3.25% ഉയർന്നു. 19,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 16.23, ഡിവിഡൻഡ് ഈൽഡ് 2.27%. ഏഞ്ചൽ വൺ എന്ന കമ്പനി ബിസിനസ് എക്സ്പാൻഷന് വേണ്ടി 250 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ഇന്ന് ബൈയിങ് മൊമെൻറ്റം വന്നത്. ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്, അൾട്രാ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എന്നിവരെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ഏഞ്ചൽ വൺ വെൽത്ത് എന്ന പേരിൽ ഒരു ടെക്നോളജി ഇന്നൊവേഷൻ ഡൊമൈൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി 250 കോടി രൂപയുടെ ഫണ്ട് കമ്പനി റൈസ് ചെയ്യുകയും ചെയ്തു. ഇന്ത്യയിൽ ഹൈ നെറ്റ്വർത്ത് ഇൻവെസ്റ്റേഴ്സിൻ്റെ
പോപ്പുലേഷൻ 16% CAGR-ഓടുകൂടി വളരുകയാണ്. 2027 ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം 165 കോടിയിലേക്ക് എത്തും എന്നാണ് ഏഞ്ചൽ വണ്ണിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. ഇവരെ കാറ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനി ഏഞ്ചൽ വൺ വെൽത്ത് എന്ന പേരിൽ പുതിയൊരു പ്ലാറ്റ്ഫോം ആരംഭിച്ചിരിക്കുന്നത്. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് സ്റ്റോക്കിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രകടമായി. അതുപോലെ തന്നെ ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്കിന് പല ബ്രോക്കേജ് ഏജൻസികളും ഡൗൺ സൈഡിലുള്ള ടാർഗറ്റ് നൽകുകയും ടാർഗറ്റ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി പുറത്തുവിട്ട റിസർച്ച് റിപ്പോർട്ട് പ്രകാരം സെബി പ്രപ്പോസ് ചെയ്യുന്ന പുതിയ F&O റൂളുകൾ ഏഞ്ചൽ വൺ, പേടിഎം, മോത്തിലാൽ ഒസ്വാൾ, ICICI തുടങ്ങിയ കമ്പനികളെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജെഫ്രീസ് ഏഞ്ചൽ വണ്ണിൻ്റെ ടാർഗറ്റ് 2500 ചുരുക്കിയിട്ടുണ്ട്. ജെഫ്രീസ് ടാർഗറ്റ് ഡൗൺഗ്രേഡ് ചെയ്തെങ്കിലും കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഉയർന്ന ടാർഗറ്റ് തന്നെയാണ് ജെഫ്രീസ് ഏഞ്ചൽ വണ്ണിന് നൽകിയിരിക്കുന്നത്. 2238 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 2500 സ്റ്റോക്കിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആണ്. 2550 മുകളിൽ സ്റ്റോക്ക് കൃത്യമായ ഒരു ബ്രേക്കൗട്ട് നൽകിയതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക. സ്റ്റോക്ക് ഇപ്പോൾ ഡൗൺവേർഡ് ട്രെൻഡിലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്